WWE വർക്ക് ചെയ്യുന്ന സൂപ്പർ സ്റ്റാറുകളുടെ സാലറിയെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കും. ഒരുപാട് വീഡിയോകളിൽ നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടായിരിക്കും ഇത്ര സാലറി ഈ റെസ്ലർ വാങ്ങിക്കുന്നുണ്ട്, ഏറ്റവും കൂടുതൽ പണം വാങ്ങിക്കുന്ന റെസ്ലർ ഇതാണ് എന്നെല്ലാം തന്നെ പറഞ്ഞിട്ട്. പക്ഷേ ഈ സാലറിയുടെ പുറകിൽ കുറച്ച് സീക്രട്ടുകൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ? WWEയിൽ സാലറി കൂട്ടി ചോദിച്ചതിന്റെ പേരിൽ കുറച്ച് താരങ്ങളെ പുറത്താക്കിയിട്ടുണ്ട്. ഫ്ലൈറ്റ് പിടിച്ചു വരാനുള്ള പണം പോലും ഇല്ലാത്തതിന്റെ പേരിൽ WWE നിർത്തിപ്പോയ താരങ്ങളുമുണ്ട്. പിന്നെ അതുമാത്രമല്ല, ചില താരങ്ങൾ അവരുടെ ലൈഫ് ടൈമിൽ വാങ്ങുന്ന പണം വെച്ച് നോക്കുമ്പോൾ അത് മറ്റു പല താരങ്ങളുടെയും ഒരൊറ്റ മാച്ചിന്റെ പ്രതിഫലം മാത്രമായിരുന്നു. അപ്പോൾ ഇങ്ങനെ WWEയിൽ നിങ്ങൾക്കറിയാത്ത ഒരുപാട് പണത്തിന്റെ സാലറിയുടെ സീക്രട്ടുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. വെൽക്കം ടു റെസ്ലിംഗ് മലയാളം. ഇതുവരെ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ലൈക്ക് ചെയ്തേക്കണേ. WWEയിൽ ഏകദേശം 1990, 2000 കാലഘട്ടത്തിലെല്ലാം തന്നെ ഒരു റെസ്ലറിന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സാലറി എന്ന് പറഞ്ഞാൽ $1 മില്യൺ ആണ്. അതും ഒരു വർഷത്തേക്ക്. ഈ ഒരു $1 മില്യൺ ഡൗൺ സൈഡ് ഗ്യാരണ്ടി എന്നാണ് പറയുക. ഡൗൺ സൈഡ് ഗ്യാരണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ കമ്പനികളിലെല്ലാം തന്നെ ബേസിക് സാലറി കിട്ടുന്നത് പോലെയാണ്. അതായത് എന്ത് വന്നാലും ആ ഒരു സാലറി ആ ഒരു റെസ്ലറിന് കിട്ടിയിട്ടുണ്ടായിരിക്കും. പക്ഷെ 2025 ആയപ്പോഴേക്കും ഈ ഒരു ഡൗൺ സൈഡ് ഗ്യാരണ്ടി $8 മുതൽ $12 മില്യൺ വരെ ആയിട്ടുണ്ട്. WWEക്ക് അത്രത്തോളം വലിയൊരു ഉയർച്ച തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ 2000-ൽ $1 മില്യൺ പെർ ഇയർ വാങ്ങിയിട്ടുണ്ടായിരുന്നത് വളരെ കുറച്ച് റെസ്ലേഴ്സ് മാത്രമേ ഉള്ളൂ. അത് ആരൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ സ്റ്റോൺ കോൾഡ് സ്റ്റീവ് ഓസ്റ്റിൻ, ദ റോക്ക്, അണ്ടർടേക്കർ, ട്രിപ്പിൾ എച്ച്, കർട്ട് ആംഗിൾ, ബിഗ് ഷോ എന്നിവർ മാത്രമാണ് ആ ഒരു സമയത്ത് $1 മില്യൺ പെർ ഇയർ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. $1 മില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 8 കോടിയോളം രൂപ വരും. 2000-ൽ ഏറ്റവും വലിയ താരങ്ങൾക്കാണ് $1 മില്യൺ കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്നുണ്ടെങ്കിൽ ഈ 2025 ആയപ്പോഴേക്കും ഓപ്പണിംഗ് മാച്ച് ചെയ്യുന്ന ഒരു ചെറിയ റെസ്ലറിന് വരെ WWEയിൽ നിന്നും $1 മില്യൺ പെർ ഇയർ കിട്ടും. അതായത് ഒരു വർഷത്തേക്ക്. പക്ഷെ പഴയ സിസ്റ്റത്തിൽ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. പഴയ സിസ്റ്റത്തിൽ ഇവർക്ക് കാശ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഡൗൺ സൈഡ് ഗ്യാരണ്ടി മാത്രമായിരുന്നില്ല ഉണ്ടായിരുന്നത്. അതിന് പകരമായിട്ട് മെർച്ചൻഡൈസ് റോയൽറ്റി, വീഡിയോ ഗെയിം റോയൽറ്റി, പേപ്പർ വ്യൂ ബോണസ്, അങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. പഴയ സിസ്റ്റത്തിൽ പേപ്പർ വ്യൂ ബോണസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷോ നടന്നു കഴിഞ്ഞാൽ ആ ഒരു ഷോയുടെ പെർസെൻറ്റേജ് അതിൽ മത്സരിച്ചിട്ടുള്ള താരങ്ങൾക്ക് വീതിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. ഒരു എക്സാമ്പിൾ ആയിട്ട് ഒരു ടാഗ് ടീം മത്സരം നടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടാഗ് ടീം മത്സരത്തിൽ 4 റെസ്ലേഴ്സ് ആയിരിക്കും പങ്കെടുക്കുക. ഒരു ടീമിൽ 2 പേരും മറ്റൊരു ടീമിൽ 2 പേരും. അപ്പോൾ ആ ഒരു മത്സരത്തിലൂടെ $30,000 കിട്ടിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ 4 പേർക്കും ഈ ഒരു 30,000 വീതിച്ചു കൊടുക്കും. അതായത് $7,500 വെച്ചിട്ട് 4 റെസ്ലേഴ്സിനും വീതിച്ചു കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. പണ്ടത്തെ കേസിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന നല്ല പോപ്പുലാരിറ്റിയുള്ള റെസ്ലേഴ്സിന് നല്ല രീതിയിൽ തന്നെ ബോണസ് ഉണ്ടാക്കാനും കഴിയുമായിരുന്നു. പക്ഷെ അതിൽ തന്നെ ചില എക്സെപ്ഷൻ കേസുകളെല്ലാം തന്നെ വന്നിട്ടുണ്ട്. 1999-ൽ നോ മെർസി എന്ന് പറഞ്ഞിട്ടുള്ള പേപ്പർ വ്യൂവിൽ എഡ്ജും ക്രിസ്ത്യനും ടീമായിട്ട് ഹാർഡി ബോയ്സിനെതിരെ ഒരു ടാഗ് ടീം മാച്ച് നടന്നിട്ടുണ്ടായിരുന്നു. അതൊരു ലാഡർ മാച്ച് ആയിരുന്നു. പക്ഷെ ആ ഒരു മത്സരം അത്രത്തോളം കഷ്ടപ്പെട്ട് അവർ മത്സരിച്ചിട്ടും അവർക്ക് ആകെ കിട്ടിയിട്ടുണ്ടായിരുന്നത് $5,000 വെച്ച് 4 പേർക്കായിരുന്നു. പക്ഷെ ആ ഒരു മാച്ച് കഴിഞ്ഞതിന് ശേഷം ഇവർ 4 പേരും കൂടി ജിം റോസിന്റെ അടുത്തേക്ക് പോയിട്ട് അവർക്ക് കുറച്ചുകൂടി ബോണസ് കൂട്ടിത്തരണമെന്ന് പറയുകയും അങ്ങനെ വീണ്ടും ഒരു $5,000 വെച്ച് എല്ലാവർക്കും കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുപോലെ തന്നെ റെസ്ൽമേനിയ 18-ൽ ക്രിസ് ജെറിക്കോ വേഴ്സസ് ട്രിപ്പിൾ എച്ച് തമ്മിലുള്ള വേൾഡ് ചാമ്പ്യൻഷിപ്പ് മാച്ച് നടന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും അതായിരുന്നു മെയിൻ ഇവന്റ്. ആ ഒരു മെയിൻ ഇവന്റിൽ കിട്ടിയിട്ടുണ്ടായിരുന്ന പണം എങ്ങനെയാണ് ഭാഗം വെച്ചത് എന്നുള്ളത് നിങ്ങൾക്കറിയാമോ? 100 രൂപയാണ് ഉള്ളത് എന്ന് വിചാരിക്കുക. ആ 100 രൂപയിൽ 80 രൂപയും ട്രിപ്പിൾ എച്ചിനും ബാക്കി 20 രൂപ മാത്രം ക്രിസ് ജെറിക്കോയ്ക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. പറയുമ്പോൾ അന്നത്തെ വേൾഡ് ചാമ്പ്യനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത് ക്രിസ് ജെറിക്കോ ആയിരുന്നു. പക്ഷേ ഏറ്റവും കൂടുതൽ പോപ്പുലാരിറ്റി ഉണ്ടായിരുന്നത് ട്രിപ്പിൾ എച്ചിന് ആയതുകൊണ്ട് തന്നെയാണ് WWE ഏറ്റവും കൂടുതൽ പണം ട്രിപ്പിൾ എച്ചിന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതുകൊണ്ട് തന്നെ ക്രിസ് ജെറിക്കോ നന്നായിട്ട് പോയി വിൻസിന്റെ അടുത്ത് കംപ്ലൈന്റ് ചെയ്യുകയും തനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ആ പണത്തിന്റെ ചെറിയൊരു പെർസെന്റേജ് വീണ്ടും കൂട്ടി കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് 20% ക്രിസ് ജെറിക്കോയ്ക്ക് കിട്ടി എന്നുള്ളതിൽ നിന്നും ഒരു 25% അത് മാറ്റി കൊടുക്കുകയുണ്ടായി. അതുപോലെ മറ്റൊരു രസകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെസ്ൽമേനിയ 20-ൽ മത്സരിച്ചിട്ടുണ്ടായിരുന്ന ഒരു റെസ്ലർ ആയിരുന്നു റെനി ഡുപ്രി എന്ന് പറയുന്നത്. ആ ഒരു റെസ്ലറിന് കിട്ടിയിട്ടുള്ള എമൗണ്ട്, ആ ഒരു റെസ്ലറിന് കിട്ടിയിട്ടുള്ള സാലറി അന്നത്തെ റെസ്ൽമേനിയയിൽ പോലും മത്സരിക്കാതെ പുറത്ത് നിന്ന് കളി കണ്ടിട്ടുണ്ടായിരുന്ന ഫുനാക്കി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന റെസ്ലറിന്റെ അതേ എമൗണ്ട് തന്നെയായിരുന്നു. അപ്പോൾ മത്സരിച്ചിട്ടും കാര്യമില്ല, WWEയിൽ നല്ല സാലറി കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പോപ്പുലാരിറ്റി എന്തായാലും വേണം. പക്ഷെ ഇപ്പോഴത്തെ കേസിൽ സൗദി അറേബ്യയിലെ ഷോകളിലെല്ലാം തന്നെ നല്ല രീതിയിൽ പണം ഉണ്ടാക്കാൻ കഴിയും. ഒരൊറ്റ ഷോയ്ക്ക് തന്നെ സൗദി അറേബ്യൻ ഗവൺമെന്റ് WWEക്ക് കൊടുക്കുന്നത് $50 മില്യൺ ആണ്. അപ്പോൾ ഇത് ഡിവൈഡ് ചെയ്തിട്ടാണ് സൂപ്പർ താരങ്ങൾക്കെല്ലാം തന്നെ കൊടുക്കുന്നത്. 2018-ലെ ക്രൗൺ ജുവൽ മത്സരത്തിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് ഷോൺ മൈക്കിൾസിന് സൗദി ഗവൺമെന്റ് എത്രയാണ് കൊടുത്തത് എന്നുള്ളത് നിങ്ങൾക്കറിയാമോ? ശരിക്കും ഷോൺ മൈക്കിൾസ് റിട്ടയർ ചെയ്തിട്ട് ഒരുപാട് വർഷങ്ങളായി. പക്ഷെ അതിനുശേഷം മൈക്കിൾസ്
മൈക്കിൾസിനെ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് സൗദി കൊടുത്തിട്ടുണ്ടായിരുന്നത് $3 മില്യൺ ആയിരുന്നു. ഒരൊറ്റ മാച്ച് മത്സരിക്കാൻ വേണ്ടിയിട്ടാണ് $3 മില്യൺ ഷോൺ മൈക്കിൾസ് നേടിയെടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു $3 മില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ മാച്ചിന് വേണ്ടി 26 കോടി രൂപയായിരുന്നു ഷോൺ മൈക്കിൾസ് നേടിയെടുത്തത്. പക്ഷേ 2025 അതായത് നമ്മുടെ ഇപ്പോഴത്തെ സമയമായപ്പോഴേക്കും ഈ ഡൗൺ സൈഡ് ഗ്യാരണ്ടിയിൽ കുറച്ച് ചേഞ്ചസ് എല്ലാം തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഒരു റെസ്ലറിന് $10 മില്യൺ ആണ് ഡൗൺ സൈഡ് ഗ്യാരണ്ടി കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ റെസ്ലറിന് എത്രത്തോളം എമൗണ്ട് ബോണസ് ആക്കിയിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നുണ്ടോ അത് $10 മില്യൺ അകത്തുള്ള എമൗണ്ട് ആണ് എന്നുണ്ടെങ്കിൽ അത് ഡൗൺ സൈഡ് ഗ്യാരണ്ടി ആയിട്ട് മാത്രമേ കണക്കാക്കുകയുള്ളൂ. അതിൽ കൂടുതലായിട്ട് റെസ്ലർ എത്ര ഉണ്ടാക്കുന്നോ അത് മാത്രമേ റെസ്ലറിന്റെ കയ്യിലേക്ക് എത്തുകയുള്ളൂ. അതായത് ഇപ്പോൾ റോമൻ റെയിൻസിന്റെ കാര്യം എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ റോമൻ റെയിൻസ് ഏൺ ചെയ്യുന്നത് $15 മില്യൺ ആണെന്ന് വിചാരിക്കുക. ഈ ഒരു $15 മില്യൺ റോമൻ റെയിൻസ് ഒരു വർഷക്കാലം എന്തായാലും WWE മത്സരിക്കണമെന്നുള്ള കരാർ ഒപ്പിട്ടിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ റോമൻ റെയിൻസിന്റെ മെർച്ചൻഡൈസുകൾ അതായത് അദ്ദേഹത്തിന്റെ ടീഷർട്ടും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ വിറ്റിട്ട് റോമന് കിട്ടുന്നത് $14 മില്യൺ ആണെന്നും വിചാരിക്കുക. പക്ഷേ റോമന്റെ ബേസ് സാലറി $15 മില്യൺ ആയതുകൊണ്ട് അതിനുള്ളിൽ വരുന്ന ഒരു എമൗണ്ട് ആയതുകൊണ്ടും റോമൻ റെയിൻസിന് എക്സ്ട്രാ ആയിട്ട് $1 പോലും കിട്ടില്ല. പക്ഷേ മറിച്ച് റോമന് മെർച്ചൻഡൈസും കാര്യങ്ങളും എല്ലാം തന്നെ വിറ്റിട്ട് അദ്ദേഹത്തിന് കിട്ടുന്നത് ഒരു $16 മില്യൺ ആണ് എന്നുണ്ടെങ്കിൽ റോമൻ റെയിൻസിന് എക്സ്ട്രാ ആയിട്ട് $1 മില്യൺ കയ്യിലേക്ക് വരുന്നതാണ്. പക്ഷേ പഴയ കേസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2000 സമയത്തെല്ലാം തന്നെ ജെഫ് ഹാർഡിക്ക് $75,000 ആയിരുന്നു ഡൗൺ സൈഡ് ഗ്യാരണ്ടി ഉണ്ടായിരുന്നത്, അതായത് ബേസ് സാലറി ആയിട്ട് ഉണ്ടായിരുന്നത്. എന്നാൽ അദ്ദേഹത്തിന്റെ മെർച്ചൻഡൈസ് കിറ്റുകൾ വിറ്റ് മാത്രം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിന് കിട്ടിയ ഈ ഒരു $75,000 13 മടങ്ങായിരുന്നു. അതായത് $9,75,000 നേടിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ സ്റ്റോൺ കോൾഡ് സ്റ്റീവ് ഓസ്റ്റിന് ഒരൊറ്റ വർഷം $16 മില്യൺ വാങ്ങിയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്കറിയാമോ? അതും 2000 സമയത്താണെന്നുള്ളത് ഓർക്കണം. ഇപ്പോൾ ഏറ്റവും കൂടുതൽ പണം വാങ്ങിക്കുന്നത് റോമൻ റെയിൻസ് ആണ്. റോമൻ വാങ്ങിക്കുന്നത് $15 മില്യൺ ആണ്. റോമനേക്കാൾ കൂടുതൽ സാലറി അന്ന് സ്റ്റോൺ കോൾഡ് സ്റ്റീവ് ഓസ്റ്റിൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് വാങ്ങിച്ചതിലെ $13 മില്യൺ മെർച്ചൻഡൈസ് കിറ്റുകൾ വിറ്റതിന്റെ പേരിലുള്ള പണമായിരുന്നു സ്റ്റോൺ കോൾഡിന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇനി ഇത് മാത്രമല്ല, ഗെയിമിൽ റെസ്ലേഴ്സിന്റെ പേര് കാണിച്ചാലും അല്ലെങ്കിൽ ഫോട്ടോ കാണിച്ചാലും അല്ലെങ്കിൽ അവരുടെ രൂപം കാണിച്ചാലും റെസ്ലേഴ്സിന് പണം കിട്ടും. പണ്ടത്തെ WWE താരമായിട്ടുള്ള മേവൻ എന്ന് പറഞ്ഞിട്ടുള്ള റെസ്ലറിനെ സ്മാക്ക് ഡൗൺ ഷട്ട് യുവർ മൗത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഗെയിമിൽ കാണിച്ചതിന്റെ പേരിൽ $30,000 ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ പഴയ ജനറൽ മാനേജർ ആയിട്ടുണ്ടായിരുന്ന തിയോഡോർ ലോങ്ങിനെ ഗെയിമിൽ കളിക്കാൻ പോലും കഴിയാത്തൊരു ക്യാരക്ടർ ആയിരുന്നു, അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നത് $70,000 ആയിരുന്നു. ആറ്റിറ്റ്യൂഡ് എറയിലാണ് ഏറ്റവും കൂടുതൽ സൂപ്പർ സ്റ്റാറുകൾക്ക് പണം നേടാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഏറ്റവും സങ്കടകരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി നടന്നിട്ടുണ്ടായിരുന്നു. സൂപ്പർ ക്രേസി എന്ന് പറഞ്ഞിട്ടുള്ള പഴയ ഒരു WWE താരമുണ്ട്. ഈ ഒരു താരത്തിന്റെ വീട് വരുന്നത് മെക്സിക്കോയിലാണ്. മെക്സിക്കോയിൽ നിന്നും ഷോ നടക്കുന്ന സ്ഥലത്തേക്ക് അദ്ദേഹത്തിന് വരാനുള്ള ഫ്ലൈറ്റ് എക്സ്പെൻസ് പോലും WWEക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. അദ്ദേഹത്തിന് ആകെ കിട്ടിയിട്ടുണ്ടായിരുന്നത് ഒരു ഷോയ്ക്ക് $500 മാത്രമായിരുന്നു. ആ ഒരു $500 കൂടുതലായിരുന്നു മെക്സിക്കോയിൽ നിന്നും ഈ ഒരു ഷോ നടക്കുന്ന USA വരാനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ്. അതുകൊണ്ട് തന്നെ സൂപ്പർ ക്രേസി എന്ന് പറഞ്ഞിട്ടുള്ള WWE താരം WWEയിൽ നിന്നും ക്വിറ്റ് ചെയ്തു പോവുകയായിരുന്നു. ഇനി ഇത് മാത്രമല്ല, 2004 റിക്കോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന റെസ്ലർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് കിട്ടുന്ന സാലറിയിൽ $1000 ഒരാഴ്ചയിൽ തനിക്ക് കൂട്ടിത്തരുമോ എന്ന് ചോദിച്ചതിനാണ് WWE അദ്ദേഹത്തെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അതായത് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നത്. ഈ കാരണങ്ങളുടെ പേരിൽ ഇത്രയും പേരെ ഒഴിവാക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഇതിനേക്കാൾ പണം കൊടുത്തിട്ട് WWE പല താരങ്ങളെയും നിർത്തിയിട്ടുണ്ട്. അത് മറ്റാരുമായിരുന്നില്ല, മൈക്ക് ടൈസനെ WWE കൊണ്ടുവന്ന സമയത്ത് ആ കുറച്ച് സമയത്തേക്ക് മാത്രമായിട്ട് $3 മില്യൺ ആയിരുന്നു മൈക്ക് ടൈസന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഫ്ലോയിഡ് മെയ്വെതറിന് കൊടുത്തിട്ടുണ്ടായിരുന്നത് $2 മില്യൺ ആയിരുന്നു. ഇവരെല്ലാം തന്നെ സെലിബ്രിറ്റീസ് ആയതുകൊണ്ടാണ് ഇത്രയും $1 മില്യൺ കൊടുത്ത് ഇവരെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഒരു $500 പോലും കൊടുക്കാത്തതിന്റെ പേരിലാണ് ഒരുപാട് സൂപ്പർ താരങ്ങൾ WWE നിർത്തിപ്പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുമാത്രമല്ല, 1998 മുതൽ 2002 വരെ ലെഗിനൊരു ഫ്രാക്ചർ ആയിട്ട് താൻ റിട്ടയർ ചെയ്യുകയാണ് എന്ന് പറഞ്ഞിട്ട് ഷോൺ മൈക്കിൾസ് WWEയിൽ നിന്നും മാറി നിന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ ഒരു 4 വർഷക്കാലത്തേക്ക് ഓരോ വർഷവും $7,50,000 ആയിരുന്നു ഷോൺ മൈക്കിൾസിന് WWE കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആ സമയത്തായിരുന്നു WCW എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന കമ്പനി വളർന്ന് പന്തലിച്ച് നിന്നിട്ടുണ്ടായിരുന്നത്. ഷോൺ മൈക്കിൾസ് WCWയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇത്രയും ഭീമമായ തുക WWE ഷോൺ മൈക്കിൾസിന് കൊടുത്തത്. പക്ഷേ എന്നാണോ WCW പൂട്ടിയിട്ടുണ്ടായിരുന്നത് അന്ന് തന്നെ ഷോൺ മൈക്കിൾസ് താൻ റിട്ടയർ ചെയ്യുന്നില്ല എന്നെല്ലാം തന്നെ പറഞ്ഞ് WWE തന്നെ തിരിച്ചു വരികയായിരുന്നു. ഇത് ഷോൺ മൈക്കിൾസ് 4 വർഷക്കാലം വീട്ടിലിരുന്ന് മാത്രം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന എമൗണ്ട് ആയിരുന്നു ഈ ഒരു $7,50,000 × 4. അതുപോലെ WWEയിൽ ഏറ്റവും കൂടുതൽ പണം കൊടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ഒരു റെസ്ലർ ആരാണ് എന്നുള്ളത് നിങ്ങൾക്കറിയാമോ? മറ്റാരുമല്ല, മാർക്ക് ഹെൻറി ആയിരുന്നു. 1996 ഒളിമ്പിക്സിൽ വിജയിച്ചിട്ടുണ്ടായിരുന്ന മാർക്ക് ഹെൻറിയെ WWE സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത് 10 വർഷത്തെ കോൺട്രാക്ട് കൊടുത്തിട്ടായിരുന്നു. ഒരിക്കലും ഒരു പുതിയ താരത്തിന് 10 വർഷ കോൺട്രാക്ട് WWE കൊടുത്തിട്ടില്ലായിരുന്നു. അങ്ങനെ ഒരു ചരിത്രം മാർക്ക് ഹെൻറിക്ക് ഉണ്ടായിരുന്നു. ആ ഒരു 10 വർഷ കോൺട്രാക്റ്റിൽ ഓരോ വർഷവും $2,50,000
$50,000 മാർക്ക് ഹെൻറിക്ക് WWE കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ 10 വർഷക്കാലത്തോളം മാർക്ക് ഹെൻറിയെ WWE നിർത്തിയിട്ടും അദ്ദേഹത്തിന് നല്ലൊരു സ്റ്റോറി ലൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് WWEക്ക് കഴിഞ്ഞില്ല. അവർക്കത് നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ 10 വർഷത്തിന് ശേഷം ഏകദേശം 2006 മാർക്ക് ഹെൻറി കിഡിലൻ സൂപ്പർ സ്റ്റാർ ആയിട്ട് വേൾഡ് ചാമ്പ്യൻ ആയിട്ടെല്ലാം തന്നെ മാറിയിട്ടുണ്ടായിരുന്നതും. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എത്രത്തോളം കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാമായിരുന്നു എന്നുള്ളത് എനിക്കറിയില്ല. ഇതുപോലെ നിങ്ങൾക്കറിയാവുന്ന എന്തെങ്കിലും കിടിലൻ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് അറിയാത്ത കാര്യം ഏതായിരുന്നു എന്നുള്ളതും വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലെ ഇനി കിടിലൻ എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇനിയും അടുത്ത ആഴ്ച മറ്റേതെങ്കിലും കിടിലൻ വീഡിയോയുമായിട്ട് ഞാൻ വരാം. അതുവരേക്കും ബൈ ഗായ്സ്.